ഹായ്. അപ്പോൾ ഈ വീഡിയോൻ്റെ മെയിൻ ഉദ്ദേശം എന്താ പറയുക, സോൺലി ആൻഡ് ഡെഡിക്കേറ്റിംഗ് ദിസ് വീഡിയോ ടു ഷേർലി മാം, ടു അവർ ഡിയറസ്റ്റ് ഷേർലി മാം. എന്താ പറയുക, മാം ഈ വീഡിയോസും ഫോട്ടോസും എല്ലാം അങ്ങനെ ഭയങ്കരമായിട്ട് സൂക്ഷിക്കുന്ന ഒരു ആളാണ്. മാമിന് അതൊക്കെ ഭയങ്കര പ്രഷ്യസ് സംഭവങ്ങളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ അങ്ങനെ നമ്മൾക്ക് തമാശക്ക് യൂട്യൂബ് എന്നൊക്കെ പറഞ്ഞ വ്ളോഗൊക്കെ എടുക്കെങ്കിലും സീരിയസ് ആയിട്ടൊരു യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി, അങ്ങനെ സീരിയസ് എന്ന് വെച്ചാൽ അങ്ങനെയല്ല, അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഒരു വീഡിയോ എടുക്കുന്നത് മേ ബി ആദ്യമായിട്ടിരിക്കും, ഒരു ലോങ് വീഡിയോ ആയിട്ട് ഇടാമെന്നൊക്കെ വിചാരിച്ച്. അപ്പോൾ ഞാൻ വിചാരിച്ചു യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാമിനിപ്പോൾ തിരിച്ച് US പോയി കഴിഞ്ഞാലും മാമിനത് കാണാം. യൂട്യൂബിലുണ്ടല്ലോ, മാം ഇടയ്ക്ക് പറയും എൻ്റെ പഴയ ഫോട്ടോസ് മിസ്സായി എന്നൊക്കെ തന്നെ പറയും. ഇതമ്മ എവിടെ നിന്ന് മിസ്സാവില്ല, യൂട്യൂബിലുണ്ടാവും. അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. സോ എല്ലാവരും വീഡിയോ കാണാം. ഇത് മാമിന് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ബൈ ബൈ. ഹലോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഇറങ്ങുകയാണ്. അപ്പോൾ മാമിന് ഫോട്ടോസ് വെച്ചിട്ടുള്ള ഒരു സ്പൈറൽ ബുക്ക് ഞങ്ങൾ സെറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബാനറും പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് പോവാം. ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പം നമുക്ക് ഈ സംഭവം ജസ്റ്റ് ഒന്ന് ഗിഫ്റ്റ് റാപ്പ് പോലെ ഒന്ന് റാപ്പ് ചെയ്തെടുക്കാം. റാപ്പ് ചെയ്യാനായിട്ടൊരു ഓർഗാൻസിൻ്റെ ഒരു പീസ് ഓഫ് ക്ലോത്ത് എനിക്ക് കിട്ടിയിരുന്നു. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ടൈ ചെയ്ത് കൊടുത്തു. ഇതിലേക്ക് നമ്മളിപ്പോൾ ഇത് ഇങ്ങനെ ജസ്റ്റ് ടൈ ചെയ്തു. പിന്നെ എനിക്കൊരു ബോയ് ഇവിടെ നിന്ന് കിട്ടി. അപ്പോൾ ഈ ബോയ് ഇങ്ങനെ വെച്ചാൽ പക്ഷേ ഇതൊരു ഭംഗി കുറവാണോ എന്നൊരു സംശയമില്ല. അതില്ല അങ്ങനെ സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ എനിക്കൊരു പിങ്ക് ത്രെഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ത്രെഡ് വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. ഈ റെഡ് സംഭവം ഇങ്ങനെ കാണാൻ ഭംഗിയുണ്ട്, പക്ഷേ നമ്മുടെ മൊത്തത്തിലൊരു തീം വന്നേക്കണ ഒരു പിങ്ക് ആൻഡ് വൈറ്റ്. അപ്പോൾ പിന്നെ ഈ റെഡ് ഒരു മാച്ച് കുറവ് തോന്നി എനിക്ക്. സംഭവം ഇങ്ങനെ വെക്കുമ്പോൾ ഒരു ഗിഫ്റ്റ് പോലെയൊക്കെ ഉണ്ട്, സ്റ്റിൽ ഒരു ചേർച്ചക്കുറവ്. അതാണ് ഞാൻ പിന്നെ ഒരു പിങ്ക് ത്രെഡ് കിട്ടിയപ്പോൾ ആ ത്രെഡ് വെച്ച് ഇങ്ങനെ ഒരു ബോ ഉദ്ദേശിച്ചത്. അപ്പോൾ അതുപോലെ ടൈ ചെയ്ത് വെച്ചു. അതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു പ്ലാനിങ് കൂടി നടക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആക്ച്വലി മാമിനാണ് സർപ്രൈസ് കൊടുക്കുന്നത്. പക്ഷേ ഡോണയുടെ ബർത്ത്ഡേ May 15 കഴിഞ്ഞു. അപ്പം ഞാൻ എക്സാമും തിരക്കും അങ്ങനെയൊക്കെ ആയിട്ട് ഡേറ്റ് മിസ്സായി. അപ്പം നമുക്ക് അന്നൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഡോണയുടെ ബർത്ത്ഡേ സർപ്രൈസ് ആയിട്ട് സെലിബ്രേറ്റ്. പക്ഷേ ഡോണയ്ക്ക് ഇത് അറിയില്ല സർപ്രൈസ് ആണ്. അപ്പോൾ ഡോണയ്ക്ക് ഇത് അറിയില്ല. അപ്പോൾ ഇത് ജസ്റ്റ് എൻ്റെ വീട്ടിൽ ടോപ്പർ ഉണ്ടായിരുന്നു, ഹാപ്പി ബർത്ത്ഡേ. ഞാൻ വിചാരിച്ചു ഇങ്ങനെ സംഭവം കിട്ടിയൊരു TR സംഭവം. അപ്പോൾ ഇത് തലയിൽ വയ്ക്കാം, ഡോണയ്ക്ക് കേക്ക് കട്ട് ചെയ്തു എന്ന് വെച്ചാൽ അങ്ങനെ സെറ്റാക്കി വെച്ചേക്കണം. ഇത് കേക്ക് മുറിക്കുമ്പോഴേ ഡോണ ഇതറിയുള്ളൂ, ഡോണയ്ക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ല. നമ്മളപ്പോൾ ആക്ച്വലി 2 സർപ്രൈസ് ഉണ്ട്. ലൈക്ക് മാമിന് ഒരെണ്ണം കൊടുക്കുന്നുണ്ട്, ഡോണയ്ക്ക് സർപ്രൈസ് ഉണ്ട്. 2 സംഭവം നമ്മൾ ആക്ച്വലി പ്ലാൻ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് സർപ്രൈസൊക്കെ വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മുടെ സംഭവം സെറ്റായി. ചെക്ക് ഇൻ ചെയ്തു. വേറെ ആരും എത്തിയിട്ടില്ല, എല്ലാവരും പതുക്കെ എത്തും. 10 മിനിറ്റിൽ അടുത്ത ആൾ എത്തും എന്നൊക്കെ പറഞ്ഞേക്കണം. അപ്പോൾ അടുത്ത പേരായിട്ട് വരും. സോ എനിക്കാണെങ്കിൽ ഫുൾ കുളിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം. രാവിലെ ക്ലിനിക്കിലേക്ക് പോകുമ്പോൾ ഇട്ട ഡ്രസ്സാണ്. പിന്നെ ടൈം കിട്ടിയില്ല, നേരെ ഇങ്ങോട്ട് വരുമായിരുന്നു. സോ അപ്പോൾ നമുക്കിനി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് കാണാം. ഓക്കെ. അല്ല, ഇതാണ് എൻ്റെ ഭാഗം.
മുന്നിലെത്തി ഫോട്ടോ എടുത്ത് മിലാനോല് കയറും. ഓക്കെ ബൈ. ചോക്കളൊക്കെ കാണിക്കുന്നുണ്ടോ? അത് കാണിക്കണം നീ. ഓക്കെ താരവും മന്ദാരവും കൺമുണകളിലഴകഴുകി സല്ലാപമായി സംഗീതമായി വെണ്ണിലവും തെന്നലും ആദ്യമായി ആദ്യമായി പ്ലീസ് റിവ്യൂ പ്ലീസ്. പല്ല് കാണിച്ച് തിരിച്ച് കൺമുണകളിലഴകഴുകി സല്ലാപമായി സംഗീതമായി വെണ്ണിലവും തെന്നലും ഇറക്കി വിട്ടിട്ട് ഞങ്ങൾ ഡോണയുടെ കേക്ക് എടുക്കാൻ പോവാം. ഡോണയ്ക്ക് അറിയില്ല ഇതുവരെ സർപ്രൈസ്. ആദ്യമായി ആദ്യമായി കരളിൽ നദിയൊഴുകി ഗൈസ് നമ്മളിപ്പോ മാമിനെ റൂമിലേക്ക് ഡ്രോപ്പ് ചെയ്യാൻ പോവാ. അല്ല മാമിനെ മാത്രല്ല എല്ലാരും ഭാവാർദ്രമാ ഓർമ്മ പുഴയാ കൂടെയൊഴുകി വരേ വർണ്ണമീനായി വേണ്ടുവോളം അതിലലിയാ ഇന്നു പതിയേ ഹാപ്പി ബർത്ത്ഡേ ടു യു. ഡോണസ് ബർത്ത്ഡേ 15ന്. Happy birthday to you. Happy birthday. കൂടെയൊഴുകി വരേ വർണ്ണമീനായി വേണ്ടുവോളം അതിലലിയാ ഇന്നു പതിയേ Okay. Happy birthday to you. Happy birthday to you. Happy birthday, dear Dora. Happy birthday to you. ഗൈസ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ താഴേക്ക് പോവാണ്. ഞെക്കിയോ? ഇല്ല. ഞങ്ങളിപ്പോ പൂളിലേക്ക് വന്നേക്കാം. മാം മോമോ ഡോണ പോലെ പുലരാൻ നേരം ജനവാതിൽക്കൽ പുതുതായെത്തും കിളി ചൊല്ലി
അറിയാ നാട്ടില് പൊഴിയും മഞ്ഞില് തിരയൂ നിന്റെ വഴി അവിടേം തട്ടി ഇവിടേം തട്ടി ഒരു പൂങ്കൊമ്പിൽ ചേക്കേറി നഗരം തുന്നിയ മഴവിൽ പാതയിൽ തുടരൂ നിന്റെ ഗതി രാവ് പകലോരോ നേരത്ത് ഓർമ്മയുടെ ഓളം നീന്തിയിട്ട് ഓടി അരികാരോ വന്നില്ലേ. ഔട്ട് ചെയ്തു. നമ്മൾ പോവാണ് പുറത്തേക്ക്. ഞാൻ ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. ആക്ച്വലി ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളിത് സജസ്റ്റ് ചെയ്യുന്നു. ഓക്കെ മോമോ എന്താ പറയുക? മമ്മ 2 വാക്ക്. ഹായ് കൊള്ളാം. ഹായ്. കരിനീലക്കായല് കൊണ്ട് കരമുണ്ടും ചുറ്റിട്ടും കാർമേക്കച്ചെപ്പിൽ തൊട്ട് മഷിക്കണ്ണിലെഴുതിയിട്ടും നീരാഴിക്കാറ്റും കൊണ്ട് നിന്നീടും പെണ്ണാണേ കനവാലെ കോട്ടയും കെട്ടി അവളങ്ങനെ നിപ്പാണേ. പറയാമാ പെണ്ണിൻ കാര്യം 17ആണെന്നും പ്രായം. നേരാണ് നമ്മടെ കൊച്ചി ഇവ നമ്മടെ മണ്ണാണേ പറയാനുണ്ട് നമ്മടെ കൊച്ചി കഥ കൊല്ലാൻ പലതാണേ. കുടിപ്പാറും കപ്പലിലേറി വരവായ സായിപ്പ് ഇവളെ കണ്ടിട്ടം തോന്നി പണിയിച്ചേ ബംഗ്ലാവ്. പെണ്ണാണിൻ മാനം കാക്കാൻ പോരാടി രാജാവ് പല കാലം പോരാടിയിട്ടും അടിയാളായി പെണ്ണാണ് പഴയോര കാലം പോയേ. ഓക്കെ ഡോൺ എക്സ്പീരിയൻസ് പ്ലീസ് ഷെയർ ദ എക്സ്പീരിയൻസ്. ആക്ച്വലി ഞങ്ങൾക്ക് മറ്റെന്താണ് പറയേണ്ടത്, ന്യൂസ് പേപ്പർ പോസ്റ്റ് കാർഡ് ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു ആസ് എ സുവനീർ. അപ്പം ഫോർട്ട് കൊച്ചി. ഫ്രം ഫോർട്ട് കൊച്ചി. നമുക്ക് നമ്മുടെ എറണാകുളത്ത് 2 പ്ലേസസിൽ മാത്രമേ അങ്ങനെ ഉള്ളൂ. അതിലൊന്ന് മട്ടാഞ്ചേരിയാണ്, പിന്നെ ഒന്ന് ഫോർട്ട് കൊച്ചിയിലെ പ്ലാൻ ബി റെസ്റ്റോറൻറ്റിന് മുന്നിലാണ്. സോ നമ്മൾ അവിടെ നിന്നാണ് എടുത്തത്. അത് എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ വേണം പറയാൻ വേണ്ടി. ഓക്കെ, നമ്മൾ ആ ഫോട്ടോ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എന്താ റേസിൽ പറയുന്നത്? നമ്മളെ ഷെയർ ചെയ്യും. കമൻറ്റ് ഡൗൺ ബിലോ. ഗൈസ് നമ്മൾ നാച്ചുറൽസിൽ ഐസ്ക്രീം കഴിക്കാൻ വന്നേക്കാം.